ഇങ്ങനെ കെട്ടി എഴുന്നള്ളി കണ്ണാടിയൊക്കെ വെച്ച് എങ്ങോട്ട് പോവാന്നായിരിക്കും അല്ലേ? നമ്മളെവിടാ പോകുന്നത്? മര്യാദക്ക് പറ. ഹാങ്ങിങ് ഗാർഡൻ കാണാൻ നമ്മൾ പോകുന്നത്. ഇത് ഞാൻ ലൈവല്ല, ലൈവ് ഒന്നും ഇടാൻ. ഞാനൊരു തുടക്കത്തിലെ എടുത്തുചാട്ടക്കാരിയാണ്, അത്രേ ഉള്ളൂ. കണ്ണാടി മാറ്റി വെച്ചേക്ക്, എന്തോ അർഹത ഇല്ലാത്ത സാധനം എടുത്ത് വെക്കുന്ന പോലെയാ എനിക്ക്. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ശീലമില്ല. എനിക്ക് കണ്ണിന് നല്ല പവറാ. ഈ കണ്ണിന് പവർ ഇല്ലാത്തവരുടെ കൂടെ കൂടിയതിനു ശേഷം പക്ഷെ ഇപ്പൊ ഭയങ്കര വെയിലാ ഇവിടെ ഭയങ്കര വെയിലാ. ഉണ്ടോ? ഓ, കണ്ണടിച്ചു, സൂര്യൻ മുന്നിൽ വന്ന് നിൽക്കുക. അതുകൊണ്ട് കണ്ണടിച്ച് നിൽക്കുകയാണ്. എത്ര നല്ലത് ചെയ്താലും കാണത്തില്ല. ചെറിയൊരു കുട്ടി കണ്ട് തെറ്റ് കണ്ടുപിടിച്ചോട്ടില്ല, അത് വലിയതാക്കി മാറ്റും. അതാണ് നിങ്ങൾ പെണ്ണുങ്ങളുടെ ഒരു കഴിവ് അല്ലേ? ആ അനുഭവം ഉണ്ടോ ഇപ്പൊ മനുഷ്യന്? അനുഭവിച്ചോണ്ടിരിക്കുവാന്നോ? ഞാൻ അത്ര ഇഷ്ടമൊന്നുമല്ലേ. എനിക്കറിയാം. എനിക്ക് ഓറഞ്ച് ജ്യൂസ് എനിക്ക് വാങ്ങിച്ചു തന്നെ. മിനിച്ചേട്ടൻ ചുക്ക് ജ്യൂസ് വാങ്ങിച്ചു. എന്നിട്ട് ചിക്കു ജ്യൂസ് വാങ്ങിച്ചു. എന്നിട്ടോ എനിക്ക് സ്വന്തം ഇഷ്ടത്തിന് കപ്പലണ്ടി വാങ്ങിച്ചു. എനിക്കൊന്നും തിന്നാൻ വാങ്ങിച്ചോണ്ട് തന്നില്ല. അത് ഞാൻ പോയി ഇലയുടെ വാങ്ങിച്ചു. അപ്പോഴും ഞാൻ മിനിഷാട്ടിനെ ഓർത്തു, ഇലയുടെ ഞാൻ മിനിഷാട്ടിന് തന്നില്ലേ? ഇല്ലേ ഇല്ലേ എനിക്ക് ഇഷ്ടമില്ലാത്ത കപ്പലണ്ടി. ഇവിടെ ഒരു ചെറിയ ടണലുണ്ട്. നമ്മൾ ആ ടണലോട്ട് കയറാൻ പോകുന്നത്. പക്ഷെ മുകളിലും ഉണ്ട്, താഴെ ഉണ്ടല്ലേ. ഇത് ചെറിയ ടണലാണ്, പക്ഷെ ഭയങ്കര നീളമുള്ള ടണല് വേറെ ഉണ്ട് ഇവിടെ. പക്ഷെ ഇറക്കമുള്ളതാണോ? പക്ഷെ നല്ല നല്ല രസമാണ് ഇതിനകത്തോട് പോയിട്ട്. എനിക്ക് മുമ്പേ ആണ്. അത് നോക്കൂ ഗൈസ്, അടിപൊളി. കണ്ടോ? ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. കണ്ടോ? ഒറിജിനൽ ഇതൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷെ ആർട്ടിഫിഷ്യൽ ആണെന്ന് മാത്രം. മെയിൻ എൻട്രൻസ് ഇവിടെ വരുന്നത്. ഹാങ്ങിങ് ഗാർഡൻസ്. വളച്ച് കയറുകയാണ്. ആക്ച്വലി നമ്മൾ എത്തിയിരിക്കുന്നു ഹാങ്ങിങ് ഗാർഡൻസ്. കണ്ടോ? നോക്ക് മക്കളെ, നോക്ക്. നമ്മളവിടെ എത്തിയിരിക്കുന്നു. ഇനി നമ്മൾ കാറിന് പുറത്തിറങ്ങാം. ഇതുണ്ടോ? ഇത് സ്കേറ്റിംഗ് ബോർഡ് കളിക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. കണ്ട, എനിക്ക് പക്ഷെ സ്കേറ്റിംഗ് ബോർഡൊന്നും അറിയത്തില്ല. അവിടെ വെള്ളച്ചാട്ടം കണ്ടോ? വെള്ളച്ചാട്ടം ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണ്, എന്നാലും അടിപൊളിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. പക്ഷെ ഇതുണ്ട് നാട്ടില്, കറ്റാർവാഴയൊക്കെ നമ്മുടെ നാട്ടിലുള്ള അടിപൊളിയാ. അതിപ്പോലില്ല ഇവിടെ. ഇതൊക്കെ ഇഷ്ടം പോലെ നാട്ടിലുള്ള പേപ്പർ ശരിയാണ്. ആന്റീനെ കൊണ്ടുവരുന്നില്ലേ? പക്ഷെ ആന്റിക്ക് നൈറ്റിട്ടുണ്ട്. നമ്മള് തിരിച്ചെത്തൂല ആ സമയത്ത്. ഇതെന്തോ ഈ ചെടിയൊക്കെ നാട്ടിലുള്ളതാ. ഈ ചെടി ഉണ്ടോ? പക്ഷെ ഈ കാണുന്ന പൂവിന്റെ കളറല്ല ആക്ച്വലി, ഇതിന് കളറ് വേറെയാ. ഈ ചെടികളൊക്കെ കുറേ ഇതിന്റെ ഇലകള് അടിക്കാവുന്ന അതിൻ്റെ ഒരു സ്മെല്ല് എനിക്കങ്ങനെ തോന്നുന്നേ. യെസ്, നടന്നിട്ട് എനിക്ക് ശ്വാസം മുട്ടുന്നു. Look at this view. Look. Amazing. Wow. നോക്ക്, അടിപൊളി. നമ്മൾ മേളിലേക്ക് കയറാണ്ട് ഇരിക്കുകയാണ്. മേളത്തെ വ്യൂ ആണ് ഇനി കാണേണ്ടത്. ഒരു അടിപൊളി വ്യൂ വരുന്നുണ്ട്. വാവ്, ഒരു മലയുടെ മേളിൽ വന്ന ഫീല് അല്ലേ? യെസ്. ബട്ട് നമ്മൾ ഇച്ചിരി ശ്വാസം എനിക്ക് പൊട്ടുന്നുണ്ട്, നടന്ന് ശീലമില്ല അങ്ങോട്ട്. ബട്ട് ഇതൊരു നല്ല എക്സ്പീരിയൻസാണ്.
ഐ തിങ്ക് താഴെ ഉള്ളവരൊക്കെ പോയെന്ന് തോന്നുന്നു. ആ ശരിയാ, റോഡുണ്ട്, മേളിലൊരു റോഡ്. സൂപ്പർ. നമുക്കെന്ന് ഇറങ്ങാം ഡിയർ. ഐ തിങ്ക് അത് നേരെ പോണം. പോയി നമ്മളൊരു മലയുടെ മേളിലെത്തി. ആ മലകൾ കണ്ടോ, നമ്മൾ ആ താഴേന്നാണ് ഇങ്ങനെ 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 കയറി വന്നത്. അടിപൊളിയാ. വാ പോകാം. കം ഹബീബി, വേഗം വാ. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. മലയാളീസും ഉണ്ട് കേട്ടോ. ഇവിടെ വളർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് നാട്ടിലെന്തോ ചീര തോരൻ എന്തോ വെച്ച് കഴിക്കുന്ന പൂവത്. വേണ്ട വേണ്ട. ആ അത് അടിപൊളിയല്ലേ. അതുകൊണ്ടോ ഗൈസ്, നോക്ക് ഇവിടെ ഇങ്ങനെ നടന്നു പോയി ഇങ്ങനെ പോകാൻ പറ്റും. ആ വീട്ടിലേക്ക് പോവാം. വീട്